നമ്മുടെ നാട്ടിൽ ഒരു കവർച്ച നടന്നാൽ പ്രതിയെ പിടികൂടുന്നത് സാധാരണ പോലീസിൻ്റെ പണിയാണ്. എന്നാൽ എറണാകുളം അരേങ്കാവിൽ പട്ടാപ്പകൽ റബ്ബർ കടയിൽ നടന്ന കവർച്ചയിൽ വ്യാപാരികൾ പോലീസിൽ പരാതി കൊടുക്കുക മാത്രമല്ല ചെയ്തത്, കള്ളനെ പിടികൂടാൻ സ്വയം രംഗത്തിറങ്ങി. ഒടുവിൽ സമീപ സ്ഥലങ്ങളിലെ CCTV ഉൾപ്പെടെ പരിശോധിച്ച് പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു. ക്രിയേറ്റീവ് അരേങ്കാവ് എന്ന കൂട്ടായ്മയിലെ യുവാക്കളുടെ ഇടപെടലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നിരവധി മോഷണ കേസുകളിൽ ഉൾപ്പെട്ട ജിൻസ് തോമസിനെ പിടികൂടിയതിൻ്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും. ഈ മാസം 18-നാണ് അരയങ്കാവിലെ റബ്ബർ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പട്ടാപ്പകൽ 30,000 രൂപ കവർന്നത്. മോഷണശേഷം പ്രതി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല റൂട്ടുകളിലൂടെ വാഹനവുമായി സഞ്ചരിച്ചത് അന്വേഷണത്തിൽ വെല്ലുവിളിയായി. എന്നാൽ 2 ജില്ലകളിലായി 50-ലധികം CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതി സഞ്ചരിച്ച വഴികളിലെ മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിച്ചു. അരയങ്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയിലെ യുവാക്കളുടെ ഇടപെടലാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ പോലീസിനെ സഹായിക്കുകയും ദൃശ്യങ്ങൾ ശേഖരിച്ച് മുളന്തുരുത്തി പോലീസിന് കൈമാറുകയും ചെയ്തു. ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ ശ്രമഫലമായാണ് പ്രതിയിലേക്കെത്താനും കുറ്റവാളിയെ കണ്ടെത്താനും സാധിച്ചത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇപ്പൊ ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ നമുക്കറിയാം. അപ്പൊ ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നിത്യം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിയെ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അന്നു മുതൽ രാത്രി ഞങ്ങൾ വളരെ ലേറ്റായി വരെ 2 ജില്ലയിലെയും കോട്ടയം ജില്ലയിലെ ഈ ബോർഡറും നമ്മൾ എറണാകുളം മുളന്തുരുത്തി വരെയുള്ള പല CCTV ക്യാമറയിലും പരിശോധിച്ചപ്പോഴത്തേക്കും പ്രതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിച്ചു. ആ എത്തപ്പെടുന്ന സമയത്താണ് സമാനമായ രീതിയിൽ അതിരമ്പുഴയിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായെന്ന് അറിയുകയും ഞങ്ങളുടെ തന്നെ ഉള്ള കൂട്ടായ്മയുണ്ട്, ക്രിയേറ്റീവ് അരയങ്കാവ് എന്നുള്ളൊരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിലെ ചെറുപ്പക്കാരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഈ പ്രതി വളരെ തന്ത്രപരമായി പല റൂട്ടുകളിലേക്ക് മാറി മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെയുള്ള പല സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന്റെ വെളിച്ചത്തിലാണ് പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. അപ്പോഴാണ് സമാനമായ ഒരു കുറ്റകൃത്യം അതിരമ്പുഴ സ്റ്റേഷൻ അതായത് അതിരമ്പുഴയിൽ ഉണ്ടായതായിട്ട് അറിയുവാൻ സാധിച്ചത്. അതിരമ്പുഴയിൽ ഈ കേസ് നടന്നത് ഒരു മലഞ്ചരക്ക് വ്യാപാരിയുടെ സ്വർണ്ണമാല കവർന്ന ഒരു സംഭവമാണ്. ക്രിയേറ്റീവ് അരയങ്കാവ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ വിവേക, ജിൻസൺ, രതീഷ്, ശ്രീകാന്ത്, ഷോമി, ബിജു താമടത്തിൽ, പൗലോസ, ഷാഹിദ്, അജാസ്, വിജയൻ തുടങ്ങി നിരവധി കച്ചവടക്കാർ രാപ്പകലില്ലാതെ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചത്. ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അരയങ്കാവിലെ കച്ചവടക്കാരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേസിൽ കൂടുതൽ തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുളന്തുരുത്തി പോലീസ് അറിയിച്ചു. നേരത്തെ കോട്ടയം അതിരമ്പുഴയിൽ മരഞ്ചരക്ക് വ്യാപാരിയുടെ മാല കവർന്ന കേസിലും ജിൻസ് തോമസ് പ്രതിയാണ്. വൈക്കം, അരൂർ പോലീസ് സ്റ്റേഷനുകളിലടക്കം സമാനമായ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ന്യൂസ് 18 കൊച്ചി.